2019 ചിത്രം എന്ത് എന്ന ഒരു പരിശോധന കൂടി ഈ ഘട്ടത്തിൽ വേഗത്തിൽ നടത്താമെന്ന് തോന്നുന്നു. കിരൺ നമുക്കൊപ്പമുണ്ട്. 2019 ലോക്സഭയിൽ എങ്ങനെ ചിന്തിച്ചു ജനങ്ങൾ എന്നുള്ളത് പ്രധാനമായും 2019 ചിത്രമാണ്. 2019 ആകെ BJPക്ക് 303 സീറ്റുകളാണ് ലഭിച്ചത്. 37.41% വോട്ടാണ് BJPക്ക് ലഭിച്ചത്. കോൺഗ്രസിന് 52 സീറ്റുകളിൽ മാത്രമാണ് ലഭിച്ചത്. പക്ഷേ അപ്പോഴും 19.66% വോട്ടുണ്ട്. ഏകദേശം BJPക്ക് ലഭിച്ചതിന്റെ പകുതിയിലേറെ വോട്ട് കോൺഗ്രസിന് ലഭിക്കുമ്പോഴും കോൺഗ്രസിന്റെ സീറ്റ് എണ്ണത്തിൽ വളരെ കുറവാണ്. 52 സീറ്റ് മാത്രമാണ്. DMKക്ക് 2.37% വോട്ട് മാത്രമാണ് ലഭിച്ചത്. പക്ഷേ DMKയുടെ വോട്ട് 24 MPമാരാണ് DMKക്ക് ലഭിച്ചത്. 4.12% വോട്ട് മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ബംഗാളിൽ നിന്ന് മമതാ ബാനർജിയുടെ പാർട്ടിക്ക് ലഭിച്ചത്. അവർക്ക് 22 സീറ്റാണ് ലഭിച്ചത്. YSRCPക്ക് ആന്ധ്രാപ്രദേശിൽ നിന്നും 22 സീറ്റാണ് ലഭിച്ചത്. 2.49% വോട്ടാണ് ലഭിച്ചത്. JDUവിന് ബീഹാറിൽ നിന്ന് 16 സീറ്റാണ് ലഭിച്ചത്. 1.48% വോട്ട് മാത്രമാണ്. ശിവസേനയ്ക്ക് കഴിഞ്ഞ തവണ ശിവസേന ഒരു പാർട്ടിയായി നിൽക്കുകയായിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്നും ശിവസേനയ്ക്ക് 13 സീറ്റുകളാണ് ലഭിക്കുന്നത്. 1.67% ബാക്കി പാർട്ടികൾക്കെല്ലാം കൂടി 91 സീറ്റുകളാണ് ലഭിച്ചത്. 29.33% വോട്ടാണ് മറ്റ് പാർട്ടികൾക്ക് എല്ലാം കൂടി ലഭിച്ചത്. നമുക്ക് വേഗത്തിൽ 2014 കണക്കുകൾ കൂടി നോക്കാം. 2014 കണക്ക് വരുമ്പോഴും BJPക്ക് 282 സീറ്റ്, കോൺഗ്രസിന് 44, ADMKക്ക് 37 സീറ്റ് ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ ഈ കഴിഞ്ഞ തവണ DMKക്കാണ് വിജയമെങ്കിൽ അതിന് 2014 ADMKക്കായിരുന്നു അന്ന് 37 സീറ്റ്. തൃണമൂൽ കോൺഗ്രസിന് 34 സീറ്റ്, കഴിഞ്ഞ തവണ അത് 22 സീറ്റുകൾ മാത്രമായിരുന്നു. BJDക്ക് 20 സീറ്റ് ഒറീസയിൽ നിന്നും ബിജു ജനതാദളിന്, ശിവസേനയ്ക്ക് 18 സീറ്റ് മഹാരാഷ്ട്രയിൽ നിന്നും, TDPക്ക് 16 സീറ്റ്. TDPയുടെ ഈ സീറ്റാണ് കഴിഞ്ഞ തവണ YSRCP പിടിച്ചെടുത്തത്. മറ്റു പാർട്ടികളെല്ലാം ചേർന്ന് 92 സീറ്റ് 36.26% വോട്ടും. കഴിഞ്ഞ 2014 BJPക്ക് 31% വോട്ടാണ് ലഭിച്ചത്. കോൺഗ്രസിന് 19% വോട്ടുമാണ് ലഭിച്ചത്. ഈ വോട്ടിംഗ് നിലവാരത്തിൽ കാര്യമായ വ്യത്യാസം 2014 2019 തമ്മിൽ ഇത്തവണ കിരൺ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ 400 സീറ്റുകൾ നേടും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും നടത്തിയിരിക്കുന്നത്.